മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണിത്. സാങ്കേതികവിദ്യ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു. അറിവ് വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ലോകത്തിന്റെ ഏത് കോണിലുള്ള വിവരങ്ങളും നിമിഷനേരം കൊണ്ട് നമുക്ക് മുന്നിലെത്തുന്നു. എന്നാൽ ഈ ബാഹ്യമായ സ്മാർട്ട്നെസ് മനുഷ്യന്റെ ആന്തരികമായ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം നൽകുന്ന ഉത്തരം അത്ര ശുഭകരമല്ല. ഓരോ പുതിയ തലമുറയും തങ്ങളുടെ മുൻഗാമികളെക്കാൾ ബുദ്ധിശാലികളായിരിക്കും എന്ന പതിറ്റാണ്ടുകളായുള്ള ആഗോളധാരണ തിരുത്തിക്കൊണ്ട് പുതിയ തലമുറയുടെ ബുദ്ധിശക്തി പിന്നോട്ടു പോകുന്നുവെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഫ്ലിൻ ഇഫക്റ്റ് എന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ്. 1930 മുതൽ 1990കളുടെ തുടക്കം വരെ ലോകമെമ്പാടുമുള്ള IQ നിലവാരത്തിൽ കൃത്യമായ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസിലൻഡ് ഗവേഷകനായ ജെയിംസ് ഫ്ലിൻ ആണ് ഈ പ്രതിഭാസം നിരീക്ഷിച്ചത്. ഓരോ 10 വർഷം കൂടുമ്പോഴും ശരാശരി IQ സ്കോറിൽ 3 പോയിന്റ് വീതം വർധനവ് ഉണ്ടായതായി അദ്ദേഹം കണ്ടെത്തുകയുമുണ്ടായി. മെച്ചപ്പെട്ട പോഷകാഹാരം, ശാസ്ത്രീയമായ വിദ്യാഭ്യാസ രീതികൾ, മികച്ച ആരോഗ്യ പരിരക്ഷ, സങ്കീർണമായ ലോകത്തെ നേരിടാനുള്ള മനുഷ്യന്റെ യുക്തിചിന്താശേഷി എന്നിവയായിരുന്നു ഈ വളർച്ചയ്ക്ക് പിന്നിൽ. ഈ കാലഘട്ടത്തിൽ ജനിച്ചവർ തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ പ്രശ്നപരിഹാര ശേഷിയിലും അമൂർത്തമായ ചിന്തകളിലും മികവ് പുലർത്തിയിരുന്നു. എന്നാൽ ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ഈ പുരോഗതി പെട്ടെന്നൊരു ഘട്ടത്തിൽ നിശ്ചലമാവുകയും പിന്നീട് താഴേക്ക് പതുക്കുകയും ചെയ്തു. എന്താണ് റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ്? 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഗവേഷകർ ഒരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി തുടർന്നിരുന്ന IQ വളർച്ച നിലച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, സ്കോറുകൾ താഴോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെയാണ് വിദഗ്ധർ റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നോർവേ, ഡെൻമാർക്ക്, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ 1990കൾക്ക് ശേഷം ജനിച്ചവരിൽ IQ സ്കോറുകൾ ഗണ്യമായി കുറയുന്നതായി കണ്ടെത്തി. പ്രത്യേകിച്ചും ജെൻസി തലമുറ തങ്ങളുടെ മുൻഗാമികളായ മില്ലേനിയലുകളെക്കാൾ ബുദ്ധിശക്തി കുറഞ്ഞ ആദ്യ തലമുറയായി മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ടാബ്ലറ്റുകളും സ്മാർട്ട് ഫോണുകളും കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അവർ അതിബുദ്ധിശാലികളാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അത് കേവലം ഒരു ഉപകരണത്തെ പ്രവർത്തിപ്പിക്കാനുള്ള ശീലം മാത്രമാണ്. സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം തലച്ചോറിന്റെ പല സുപ്രധാന പ്രവർത്തനങ്ങളെയും മന്ദീഭവിപ്പിക്കുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഡിജിറ്റൽ അംനീഷ്യ. എല്ലാ വിവരങ്ങളും ഗൂഗിളിലോ ക്ലൗഡിലോ ലഭ്യമാണെന്ന തിരിച്ചറിവ് കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെ ഇല്ലാതാക്കുന്നു. വിവരങ്ങൾ വിശകലനം ചെയ്യാനോ ആഴത്തിൽ ചിന്തിക്കാനോ ഉള്ള ക്ഷമ പുതിയ തലമുറയ്ക്ക് നഷ്ടമാവുകയാണ്. പണ്ട് ഒരു ഫോൺ നമ്പറോ വിലാസമോ ഓർത്തുവെക്കാൻ തലച്ചോർ കാണിച്ചിരുന്ന പ്രയത്നം ഇന്ന് ആവശ്യമില്ലാത്ത ഒന്നായി മാറി. ഉപയോഗിക്കാത്ത അവയവം ക്ഷയിക്കുമെന്ന പ്രകൃതി നിയമം പോലെ വിശകലന ശേഷി ഉപയോഗിക്കാത്ത തലച്ചോറും മന്ദതയിലാവുകയാണ്. വിദ്യാഭ്യാസ രീതിയിലെ മാറ്റങ്ങളും വായനയുടെ കുറവും ഏറ്റവും നന്നായി ബാധിക്കുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും പുസ്തകങ്ങൾക്ക് പകരം ലാപ്ടോപ്പുകളും ടാബുകളും എത്തിയത് വായനാശീലത്തെ പ്രതികൂലമായി ബാധിച്ചു. അച്ചടിച്ച പുസ്തകം വായിക്കുമ്പോൾ തലച്ചോറിൽ നടക്കുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നടക്കുന്നില്ല. സ്ക്രീനിലെ വായന പലപ്പോഴും സ്കാനിംഗ് മാത്രമാണ്. ഇത് ഗഹനമായ വിഷയങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വായന കുറയുന്നതോടെ പദസമ്പത്ത് ഇടിയുകയും ആശയവിനിമയ ശേഷി ദുർബലമാവുകയും ചെയ്യുന്നുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും കുറയുന്നു. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗമാണ് ഇത്തരത്തിൽ അറ്റൻഷൻ സ്പാനിന്റെ കുറവ് വരുത്തുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസുകളും ടിക്ടോക്ക് വീഡിയോകളും നമ്മുടെ തലച്ചോറിനെ ഷോർട്ട് ബസ്റ്റ് ഇൻഫോർമേഷനുകളിലേക്ക് ശീലിപ്പിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ മാറിമറയുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഡോപ്പമിൻ അടിമത്തം മൂലം ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന പഠനത്തിലോ ജോലികളിലോ ഏർപ്പെടുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മടുപ്പ് അനുഭവപ്പെടാൻ കാരണമാവുന്നുണ്ട്. ഒരു മിനിറ്റിലധികം നീളുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ ബുദ്ധിപരമായ വളർച്ചയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. ബുദ്ധിശക്തി കുറയുന്നതിന് കേവലം ഗാഡ്ജറ്റുകൾ മാത്രമല്ല കാരണം. നമ്മുടെ മാറിയ ജീവിതശൈലിയും വലിയൊരു വില്ലനാണ്. ശാരീരിക അധ്വാനമില്ലായ്മ മസ്തിഷ്ക വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും പുതിയ നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഇന്ന് കായിക വിനോദങ്ങൾ സ്ക്രീനിലേക്ക് ഒതുങ്ങിയതോടെ ഈ പ്രക്രിയ നിലയ്ക്കുകയും ചെയ്തു. കൂടാതെ അമിതമായ ജങ്ക് ഫുഡ് ഉപയോഗം ബുദ്ധിവികാസത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഇല്ലാതാക്കുന്നുമുണ്ട്. തലച്ചോറിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ omega-3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിനുകൾ എന്നിവ ഇന്നത്തെ ഭക്ഷണ രീതിയിൽ കുറവാണ്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണവും കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും ബുദ്ധിവികാസത്തെയും ബാധിക്കുന്നുണ്ടെന്നും പഠനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. വായുവിലെ വിഷാംശങ്ങൾ തലച്ചോറിലെ ഗ്രേ മാറ്ററിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴും ആ AI നിയന്ത്രിക്കാൻ ആവശ്യമായ വിവേകവും ബുദ്ധിയും മനുഷ്യന് ആവശ്യമാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് നഷ്ടപ്പെടുന്ന ഒരു സമൂഹം എളുപ്പത്തിൽ തെറ്റായ വിവരങ്ങളാൽ നയിക്കപ്പെടും.
ഒരു തലമുറയുടെ ബുദ്ധിശക്തി ഉറയുന്നത് കേവലം അക്കാദമിക് പരാജയമല്ല, മറിച്ച് അത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇല്ലാതാക്കാനും ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള മനുഷ്യന്റെ സ്വാഭാവിക ശേഷിയെ തളർത്താനുമാണ് കാരണമാവുക. യുവതലമുറയുടെ ക്രിയാത്മകത ജെൻസി തലമുറ വളരെ ക്രിയാത്മകവും ലോകത്തെക്കുറിച്ച് ബോധവാന്മാരുമാണ് എന്നത് മറക്കുന്നില്ല. അവർ സാങ്കേതിക വിദ്യയെ തങ്ങളുടേതായ രീതിയിൽ പുതിയ ആശയങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ IQ ടെസ്റ്റുകളിൽ അവർ നേരിടുന്ന ഈ പിന്നോക്കാവസ്ഥ ഗൗരവകരമായി കാണേണ്ടതുണ്ട്. വിവരങ്ങൾ ശേഖരിക്കാനുള്ള വേഗതയല്ല ബുദ്ധി, മറിച്ച് ശേഖരിച്ച വിവരങ്ങളെ എങ്ങനെ യുക്തിസഹമായി ഉപയോഗിക്കാം എന്നതാണ് ബുദ്ധിശക്തിയുടെ അടിസ്ഥാനം. ഈ പ്രതിഭാസത്തെ മറികടക്കാൻ ചില കാര്യങ്ങൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ക്രീനുകൾക്ക് പകരം അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നത് ശീലമാക്കുക. ഇത് തലച്ചോറിലെ നാഡീബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. അതോടൊപ്പം ദിവസത്തിൽ കൃത്യമായ സമയം ഇന്റർനെറ്റും ഫോണും മാറ്റിവെച്ച് ചിന്തകൾക്കും സംഭാഷണങ്ങൾക്കുമായി നീക്കിവെക്കുക. സുഡോക്കു, ക്രോസ് വേഡ് തുടങ്ങിയ വിനോദങ്ങൾ തലച്ചോറിന് വ്യായാമം നൽകും. തലച്ചോറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഭക്ഷണ രീതികളും കായിക പ്രവർത്തനങ്ങളും ദിനചര്യയും ഭാഗമാക്കുക. വെർച്വൽ ലോകത്തെ ഗ്രൂപ്പുകൾക്ക് പകരം നേരിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നത് യുക്തിചിന്ത വളർത്താൻ സഹായിക്കുകയും ചെയ്യും. മാറുന്ന ലോകത്തിനനുസരിച്ച് നാം മാറേണ്ടതുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ആ മാറ്റം നമ്മുടെ സ്വാഭാവിക ബുദ്ധിശക്തിയെ ബലികൊടുത്തുകൊണ്ടാകരുത്. സാങ്കേതിക വിദ്യ മനുഷ്യന് സഹായകമാകാമെങ്കിലും അത് മനുഷ്യന്റെ ചിന്താശേഷിക്ക് പകരമാവരുത്. വരാനിരിക്കുന്ന തലമുറകളെ ബുദ്ധിശക്തി ഉള്ളവരായി നിലനിർത്തുക എന്നത് വ്യക്തിപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ രീതികളിൽ കാതലായ മാറ്റം വരുത്തിയും വായനയും നേരിട്ടുള്ള സംവാദങ്ങളും തിരികെ കൊണ്ടുവന്ന് നമുക്ക് ഈ റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റിനെ ചെറുക്കാം. സ്മാർട്ട് ഫോണുകളേക്കാൾ സ്മാർട്ടായ മനുഷ്യർ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്.